ഹായ് ഡിയർ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും, നമസ്കാരം. വെൽക്കം ടു സീമ ഫുഡ്സ്. ഇന്ന് 80-90 കാലഘട്ടങ്ങളിൽ നമ്മളെല്ലാവരും കഴിച്ചിരുന്ന ഒരു നൊസ്റ്റാൾജിയ റെസിപ്പിയാണ് നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത്. പാൽക്കോവ നമുക്ക് എല്ലാവർക്കും ഏറെ ഇഷ്ടമുള്ള ഒരു റെസിപ്പിയാണിത്. വളരെ സിമ്പിളും പെർഫെക്റ്റുമായിട്ട് എങ്ങനെ ഉണ്ടാക്കുന്നതെന്നാണ് ഞാൻ ഇന്ന് കാണിച്ചിരുന്നത്. അതിനുവേണ്ടി ഞാനിവിടെ ആവശ്യമുള്ള ഇൻഗ്രീഡിയൻസ് പറയാം. ഇതിന് വെറും 3 ചേരുവ മാത്രം മതി. അപ്പോൾ ഒന്നാമത്തെ ചേരുവ പഞ്ചസാര. ഞാൻ ചെറിയൊരു കപ്പിലാണ് എടുത്തിട്ടുള്ളത്. നിങ്ങളുടെ കയ്യിലുള്ള ഏത് കപ്പിലും നിങ്ങൾക്ക് എടുക്കാം. ഒരു കുഞ്ഞു കപ്പിൽ 1.5 കപ്പ് പഞ്ചസാര എടുക്കുക. ഇനി ഇതിലേക്ക് 2 ഏലക്കായും കൂടി ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കണം. അപ്പോൾ എടുക്കുന്ന കപ്പ് എല്ലാം ഒന്ന് തന്നെയാവാൻ ശ്രദ്ധിക്കണം. ഇനിയിപ്പോൾ നിങ്ങളുടെ കയ്യിൽ കപ്പല്ല ഇഡ്ഡലിക്കിണ്ണമാണ് ഉണ്ടെങ്കിൽ അതെടുക്കാം. ഒരു ചെറിയ ഫാമിലിക്കാണെങ്കിൽ ഇഡ്ഡലിക്കിണ്ണ മതിയാകും. നല്ല ഫൈൻ പൊടിയായിട്ട് ഒന്ന് പൊടിച്ചെടുക്കണം. ഇതാ ഇവിടെ ഞാൻ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വേണ്ടത് നെയ്യാണ്. അതേ കപ്പിൽ 1 കപ്പ് നെയ്യാണ് ഇവിടെ ആവശ്യമുള്ളത്. ഇപ്പോൾ നിങ്ങളുടെ കയ്യിൽ നെയ്യില്ല എങ്കിൽ നിങ്ങൾക്ക് ഇതിന് പകരമായിട്ട് റിഫൈൻഡ് ഓയിൽ ഉപയോഗിക്കാം. നെയ്യാകുമ്പോൾ അല്പം കൂടുതൽ ടേസ്റ്റി ആയിരിക്കും. അപ്പോൾ ആ ഒരു കാര്യം ശ്രദ്ധിക്കണം. ഇപ്പോൾ എല്ലാവരുടെ വീട്ടിലും നെയ്യൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ഇല്ലാത്ത ആൾക്കാർക്ക് നമുക്ക് ഓയിൽ ഉപയോഗിച്ച് ചെയ്യാം. ഇനി ഈ നെയ്യ് ഒരു നോൺ സ്റ്റിക്കിൻ്റെ പാനിൽ ഇട്ട് കൊടുക്കണം. നോൺ സ്റ്റിക്ക് പാൻ തന്നെ എടുക്കണം. അതല്ല എങ്കിൽ അടി കട്ടിയുള്ള ഒരു ഏതെങ്കിലും പാത്രം എടുക്കണം. നോൺ സ്റ്റിക്ക് പാൻ ആകുമ്പോൾ നമുക്ക് നന്നായിട്ട് ഈസി ആയിട്ട് ഈ റെസിപ്പി ഉണ്ടാക്കാൻ പറ്റും. ഇപ്പോൾ ലോ ഫ്ലെയിമിലാണുള്ളത്. ഇതിലേക്ക് മൈദ ചേർത്ത് കൊടുക്കണം. അതേ കപ്പിൽ 2 കപ്പ് മൈദയാണ് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇൻഗ്രീഡിയൻസ് ആദ്യം ഒന്ന് ഞാൻ പറയാം. 1 കപ്പ് നെയ്യ്, 1.5 കപ്പ് പഞ്ചസാര, 2 കപ്പ് മൈദ. ഇനിയിപ്പോൾ മീഡിയം ടു ലോ ഫ്ലെയിമിൽ ഏകദേശം 10 മിനിറ്റ് നമുക്കൊന്ന് വഴറ്റിയെടുക്കണം. ഇതിൻ്റെ പച്ചമണമൊക്കെ മാറി ഈ നെയ്യെല്ലാം നന്നായിട്ട് വലിഞ്ഞ് അടിപൊളിയൊരു പരുവാവും, ഒരു തിക്ക് പരുവാവും. അതുവരെ ഇത് വഴറ്റിയെടുക്കണം. തീ അല്പം പോലും കൂട്ടാൻ പാടില്ല. അതായിപ്പോൾ നെയ്യെല്ലാം വലിച്ചെടുത്തിട്ടുണ്ട്. ഇത് ഏകദേശം 3 മിനിറ്റ് ആകുമ്പോഴാണ് ഈ ഒരു പരുവം ആയി കിട്ടുന്നത്. ഇനി വീണ്ടും നന്നായിട്ടൊന്ന് വഴറ്റുന്ന സമയത്ത് നന്നായിട്ട് ബബിൾസ് വരും. അപ്പോൾ ആ ഒരു സ്റ്റേജിൽ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഈ ബബിൾസ് എല്ലാം വരുന്ന സമയമാകുമ്പോൾ ഏകദേശം ഒരു 6 മിനിറ്റൊക്കെ ആകുമ്പോൾ ബബിൾസ് വരും. അത് കഴിഞ്ഞിട്ടും നന്നായിട്ട് കൈയെടുക്കാത്ത രീതിയിൽ ഒന്ന് വഴറ്റിയെടുക്കണം. ബബിൾസ് എല്ലാം നല്ല പോലെ വരുന്നുണ്ട്. ബബിൾസ് വന്നു കഴിഞ്ഞാലും നമ്മൾ വീണ്ടും നല്ല പോലെ ഇളക്കി യോജിപ്പിച്ചെടുക്കണം. മീഡിയം ടു ലോ ഫ്ലെയിമിൽ തന്നെ ആയിരിക്കണം. തീ കൂടാനോ കുറയാനോ പാടില്ല. ഇതിപ്പോൾ നല്ല പോലെ ബബിൾസൊക്കെ വന്നിട്ട് പാകമായൊരു മണം വരുന്നുണ്ട്, ഒരു മൂത്ത മണം വരുന്നുണ്ട്. ഈ ഒരു മണം വരുമ്പോൾ തന്നെ നമുക്കറിയാം ഏകദേശം നന്നായിട്ട് ഈ മൈദയെല്ലാം കുക്കായിന്ന്. ഈ മൈദയും നെയ്യിൽ കുക്കാവുന്ന ആ ഒരു ഫ്ലേവറാണ് നമ്മളെ ഇങ്ങനെ മുഖത്തേക്ക് അടിച്ചുകൊണ്ടിരിക്കുന്നത്. നല്ല മണമാണിപ്പോൾ. ഈ ഒരു പരുവം ആയിക്കഴിഞ്ഞാൽ നമ്മൾ തീ ലോയിലേക്ക് മാറ്റണം. ലോയിലേക്ക് മാറ്റിക്കഴിഞ്ഞാൽ വീണ്ടും ഒരു 15 മിനിറ്റ് ഇളക്കണം. നല്ലപോലെ ലൂസായിട്ട് വന്നിട്ടുണ്ട്. ബബിൾസ് എല്ലാം വന്നു കഴിഞ്ഞ് ഇതേപോലെ ലൈറ്റ് ലൂസാകുന്ന സമയത്താണ് തീ ചെറുതാക്കേണ്ടത്. ആ തീ ചെറുതാക്കിയതിന് ശേഷം കൈയെടുക്കാത്ത നമ്മൾ ഇതേപോലെ ഇളക്കിക്കൊണ്ട് തന്നെ ഇരിക്കണം. 15 മിനിറ്റ് വീണ്ടും ആയാൽ ഫ്ലെയിം ഓഫാക്കിയിട്ട് വേറൊരു ബൗളിലോട്ട് മാറ്റണം. നല്ല കളറൊക്കെ ചേഞ്ചായി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ നല്ല പോലെ ഇത് തണുപ്പിച്ചെടുക്കണം. അപ്പോൾ ആദ്യം മുതൽ അവസാനം വരെ കൈയെടുക്കാതെ ഇളക്കിക്കൊണ്ട് തന്നെ ഇരിക്കണം. ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. ഇപ്പോൾ ഏകദേശം തണുത്ത് വന്നിട്ടുണ്ട്. തണുത്ത് വരുമ്പോൾ നല്ലപോലെ തിക്കായിട്ട് വരും. ഇപ്പോൾ കണ്ടൻസ്ഡ് മിൽക്കൊക്കെ കാണുന്ന ആ ഒരു പരുവായിട്ടുണ്ട്. ഈ ഒരു പരുവം ആയിക്കഴിഞ്ഞാൽ നല്ലപോലെ തണുത്ത് കഴിഞ്ഞാൽ ഇതിലേക്ക് പൊടിച്ച് വെച്ചിരിക്കുന്ന പഞ്ചസാര ചേർത്ത് കൊടുക്കണം. പഞ്ചസാര അല്പാൽപ്പം ചേർത്തിട്ട് നന്നായിട്ട് കട്ടയൊന്നും ഇല്ലാത്ത രീതിയിൽ നല്ല പോലെ ഒന്ന് മിക്സാക്കി എടുക്കണം. നിങ്ങൾക്ക് കൈകൊണ്ട് തന്നെ കുഴച്ചെടുക്കാം. വീണ്ടും എല്ലാ പഞ്ചസാരയും കൂടി ഞാൻ ഇതിലേക്ക് ചേർത്തിട്ട് നല്ല പോലെ മിക്സാക്കി എടുക്കുന്നുണ്ട്. ഈ മിക്സാക്കുന്ന സമയം തന്നെ നമ്മൾ ബേക്കറിയിലെല്ലാം പോയിട്ടുണ്ടാകുമ്പോൾ ഉള്ളൊരു മണം ഉണ്ടല്ലോ, ആ ഒരു മണം വരുന്നുണ്ട്. നെയ്യിൻ്റെയും പഞ്ചസാരയും മൈദ മൂത്തൊക്കെ മണം വരുമ്പോൾ ഭയങ്കര ഒരു മണമാണ്, ഭയങ്കര ടേസ്റ്റ് എന്ന് നമുക്ക് ഇപ്പം തന്നെ തോന്നും. അടിപൊളിയായിട്ട് ഞാനെല്ലാം മിക്സാക്കി എടുത്തിട്ടുണ്ട്.
കൈ കൊണ്ടാകുമ്പോൾ പെട്ടെന്ന് നമുക്ക് മിക്സാക്കിയിട്ടൊക്കെ കിട്ടും. ഇനി നമുക്ക് ഈ സമയം തന്നെ ഒരു ബട്ടർ പേപ്പർ ഒരു പാത്രത്തിൽ വിരിച്ച് വെക്കണം. ബട്ടർ പേപ്പറിൽ അല്പം നെയ്യൊക്കെ തടവിയാൽ നമുക്ക് പെട്ടെന്ന് ഇത് റിമൂവ് ചെയ്യാൻ പറ്റും. ഇതാ ബട്ടർ പേപ്പറെല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഈ മിക്സ് ഈ ട്രേയിലേക്ക് ഇട്ടതിന് ശേഷം നന്നായിട്ടൊന്ന് ഷേപ്പാക്കി എടുക്കണം. ഇനി നമുക്കിത് ഫ്രിഡ്ജിൽ വെക്കണം. ഫ്രിഡ്ജിൽ വെച്ചിട്ട് നല്ലപോലെ തണുത്തതിന് ശേഷമാണ് ഇത് കട്ട് ചെയ്യേണ്ടത്. അപ്പോൾ ഫ്രീസറിലാണ് വെക്കുന്നതെങ്കിൽ അരമണിക്കൂർ കൊണ്ട് സെറ്റായി കിട്ടും. ഫ്രിഡ്ജിലാകുമ്പോൾ 1 മണിക്കൂർ കൊണ്ട് തന്നെ നമുക്ക് നല്ലപോലെ സെറ്റായിട്ടൊക്കെ കിട്ടും. അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ 90 കാലങ്ങളിലെ പാൽക്കോവ റെഡിയായി വന്നിട്ടുണ്ട്. ഇതാ ഫ്രിഡ്ജിൽ വെച്ചിട്ട് നല്ലപോലെ തണുത്ത് കട്ടിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് വേറൊരു ട്രേയിലോട്ട് തട്ടി നല്ലപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കണം. ഞാനിപ്പോൾ അളവൊക്കെ കറക്റ്റ് ആവാൻ വേണ്ടിയിട്ട് ഒരു സ്കെയിൽ വെച്ചിട്ട് അളന്നാണ് കട്ട് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ഒന്നും ആവശ്യമില്ല. നിങ്ങൾ സാധാരണ കത്തി ഉപയോഗിച്ചിട്ട് കട്ട് ചെയ്തെടുത്താൽ മതി. ഫോട്ടോക്ക് എല്ലാം ഒരു ഭംഗി കിട്ടട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഒരേ ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഞാനെല്ലാം ഇവിടെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അടിപൊളി ടേസ്റ്റി പെർഫെക്റ്റ് പാൽക്കോവ റെഡിയായി. അപ്പോൾ ഇതിനെ ഞങ്ങളുടെ കുട്ടിക്കാലത്ത് ഡാൽഡ മിഠായി എന്നാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. ഇപ്പോൾ ചില ആൾക്കാർക്കെല്ലാം ഡാൽഡ മിഠായി എന്ന് പറഞ്ഞാലേ മനസ്സിലാവുകയുള്ളൂ. നമ്മുടെ നാട്ടുകാർക്ക് ഡാൽഡ മിഠായി എന്ന് പറഞ്ഞാലേ മനസ്സിലാവും, പാൽക്കോവ എന്ന് പറഞ്ഞാൽ മനസ്സിലാവില്ല. അപ്പോൾ വളരെ വളരെ ടേസ്റ്റിയും പെർഫെക്റ്റുമായിട്ടുള്ള പാൽക്കോവ മിഠായി റെഡിയായി. തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഞാൻ ദാ പൊട്ടിച്ചൊന്ന് കാണിച്ചിരുന്നുണ്ട്. വളരെ പെർഫെക്റ്റാണ്. തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കണം. ഇത് കാണുമ്പോൾ ആർക്കെങ്കിലും നിങ്ങളുടെ കുട്ടിക്കാലം ഓർമ്മ വന്നിട്ടുണ്ടോ? ഓർമ്മ വന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ കമൻറ്റ് ചെയ്യണം. ഓക്കെ, അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ട്രൈ ചെയ്ത് ഫീഡ്ബാക്ക് അറിയിക്കുക. ഇനിയും കുഞ്ഞു കുഞ്ഞു റെസിപ്പിയുമായി വീണ്ടും വരാം. ബൈ ബൈ.